അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. സാത്താന്യ ശക്തി എന്മേൽ, ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇയ്യോബ് 9:17-18. കൊടുങ്കാറ്റുകൊണ്ട് അവൻ എന്നെ തകർക്കുന്നുവല്ലോ, കാരണം കൂടാതെ എൻ്റെ മുറിവുകളെ പെരുക്കുന്നു. ശ്വാസം കഴിപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല, കയ്പ് കൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കയ്പ് കൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുന്നു. ബിറ്റർനെസ്, കയ്പ് എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ബിറ്റർനെസ്, കയ്പേറിയ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കയ്പേറിയ അനുഭവങ്ങളുണ്ടായത്. ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, അത്യാഹിതങ്ങളുടെ, അത്യാപത്തുകളുടെ, ദുരിതങ്ങളുടെ, യാതനകളുടെ കയ്പ് ഇയ്യോബ് അനുഭവിച്ചു. ബിറ്റർനെസ് ഓഫ് ഡിസീസസ്, രോഗത്തിൻ്റെ കയ്പ് ഇയ്യോബ് അനുഭവിച്ചു. രോഗം അതുകൊണ്ടും തീർന്നില്ല. ദ ബിറ്റർനെസ് ഓഫ് ലോൺലിനെസ്, ഏകാന്തത്തിൻ്റെ കയ്പ് ഇയ്യോബ് അനുഭവിച്ചു. തീർന്നില്ല, അതുകൊണ്ടും തീർന്നില്ല. ദ ബിറ്റർനെസ് ഓഫ് ഡെസ്പയർ, നിരാശയുടെ കയ്പ് ഇയ്യോബ് അനുഭവിച്ചു. തീർന്നില്ല. ദ ബിറ്റർനെസ് ഓഫ് ഡിസ്ബിലീഫ്, ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞുപോയി, വിശ്വാസം ഇല്ലാതായി, അവിശ്വാസത്തിൻ്റെ കയ്പ് ഇയ്യോബ് അനുഭവിച്ചു. പിന്നീടാണ് വേറൊന്ന് വന്നത്, ദ ബിറ്റർനെസ് ഓഫ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കയ്പ്. കാരണം അത് ശാസനയായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശാസന കിട്ടി. ദൈവത്തിൻ്റെ വചനം മൂലം ഇയ്യോബിന് ശാസന കിട്ടി. ശക്തമായി ശാസിച്ച് ഇയ്യോബിനെ തിരിക്കാൻ, മനം തിരിക്കാൻ ദൈവം ശ്രമിക്കുകയായിരുന്നു. ശാസനകൾ ജീവിതത്തിൽ നല്ലതാണ്. നീതിമാൻ എന്നെ ശാസിക്കുന്നത്
എൻ്റെ തലയ്ക്ക് എണ്ണയാകുന്നു, ഞാനത് വിലക്കാതിരിക്കട്ടെ. ശാസനകൾ നമ്മുടെ തെറ്റുകൾ നിശ്ചിതമായി കർക്കശമായി ചൂണ്ടിക്കാണിക്കുന്നത് ഭാഗ്യമാണ്. അത് നമുക്ക് നന്മയ്ക്കായി തീരുകയും ചെയ്യും. ബിറ്റർനെസ് മാറും, സ്വീറ്റ്നെസ് വരും, മധുരം വരും. ശാസനകൾ നമുക്ക് വളരെയേറെ പ്രയോജനപ്പെടും. ഇബ്രാഹിം ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. ദൈവം താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അപ്പോൾ വ്യക്തമായിട്ട് പറയുകയാണ്, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്ന് മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. നിങ്ങൾ ബാലശിക്ഷ സഹിക്കുകയാണെങ്കിൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, നിങ്ങൾ വേശ്യാപുത്രന്മാരാണ്. കൗലടയൻ, കുലടയുടെ മകൻ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ അപ്പൻ്റെ മകനല്ല, വേശ്യാപുത്രനാണ്. വളരെ വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിനക്ക് ഇല്ല, കിട്ടുന്നില്ലെങ്കിൽ നീ അപ്പൻ്റെ മകനല്ല. അതുകൊണ്ടാണ് ദൈവം നിന്നെ ശാസിക്കാത്തത്, ശിക്ഷിക്കാത്തത്. പിന്നെ നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചു, ശാസിച്ചു, വന്ന് കീഴടങ്ങി പോന്നല്ലോ. ആത്മാക്കളുടെ പിതാവിന് എത്രയധികം നാം കീഴടങ്ങിയിരിക്കണം. അവർ ശിക്ഷിച്ചത് കുറേ കാലവും പ്രകാരമുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. നിങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ദൈവവും നമ്മെ ശിക്ഷിക്കുന്നത് അവൻ്റെ വിശുദ്ധി പ്രാപിപ്പാനാണ്, ദൈവത്തിൻ്റെ വിശുദ്ധി പ്രാപിപ്പാൻ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധി നാം പ്രാപിക്കണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി. നാം താണ നിലവാരത്തിൽ നിൽക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ഓരോരുത്തരും ആത്മാവിൽ ഔന്നത്യം പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉയർന്ന തലങ്ങൾ പ്രാപിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും ശ്രേഷ്ഠമായ പദവികളിലേക്ക് വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും നമ്മെ തള്ളിക്കളയുകയല്ല, നമ്മെ പരുവപ്പെടുത്തി എടുക്കാൻ നോക്കുകയാണ്. നമ്മെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കാൻ കർത്താവ് ശ്രമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൊന്ന് തീയിൽ ഇട്ട് ഉരുക്കുമ്പോൾ അതിന് ജീവനുണ്ടെങ്കിൽ പൊന്ന് പറയും, അയ്യോ എന്നെ ഉരുക്കല്ലേ, എനിക്ക് വേദനിക്കുന്നെന്ന്, അയ്യോ ഞാൻ വിഷമിക്കുന്നെന്ന്. എന്നാൽ മനോഹരമായൊരു ആഭരണമായി പുറത്തു വരും, മനോഹരമായൊരു ആഭരണമായി പുറത്തു വരും. ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനകി ശില്പി, മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ, ഏതോ മനോഹരമായ ഒരു ആഭരണമാക്കി തീർക്കാൻ ലോകൈക ശില്പിയായ ജഗദീശ്വരൻ ഈ മനുഷ്യജീവിതത്തെ ഉരുക്കുന്നു. ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി. ഉരുക്കും, പിന്നെ കണ്ണീരിലിട്ട് മുക്കും. എന്നിട്ട് മനുഷ്യഹൃത്താം കനകത്തെ, മനുഷ്യൻ്റെ ഹൃദയമാകുന്ന സ്വർണത്തെ, മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ, ഏതോ മനോഹരമായൊരു ആഭരണമാക്കി തീർക്കാനാണ്. ഏതോ പണിത്തരം, ഏതാണാവോ, മനോഹരമായൊരു പണിത്തരമാക്കാൻ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹങ്ങൾ പെരുക്കി തരികയാണ്. ഞാൻ ഈ പറഞ്ഞ കവിത നാലപ്പാട്ട് നാരായണമേനോൻ എഴുതിയ കണ്ണുനീർത്തുള്ളിയിൽ എഴുതുന്ന കവിതയാണ്. മനുഷ്യജീവിതം ഒന്നും കണ്ടിട്ടില്ല, ഒന്നും അറിയാൻ പാടില്ല. യോവിന് പറ്റിയതാണ്, ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. യോവ് നീതിമാനായിരുന്നു, തീർച്ചയായിട്ടും നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു. യോവ് നിഷ്കളങ്കനായിരുന്നു, ദോഷമിട്ട് അകലുന്നവനുമായിരുന്നു, സത്യസന്ധനായിരുന്നു. പക്ഷേ ഇയ്യോവിൻ്റെ ജീവിതത്തിൽ ഇയ്യോവിൻ്റെ മാനുഷികമായ അംശങ്ങളെല്ലാം മാറി ദൈവികമായ അംശം വളർന്നു വന്ന ഇയ്യോവ് ദൈവീകനായി തീരാനുള്ളതായി ദൈവത്തിൻ്റെ ഉദ്യമമായിരുന്നു ശാസനകൾ. ദുഷ്ടനായ സാത്താനാണ് ഇയ്യോവിനെ വഞ്ചിച്ചത്. സാത്താനാണ് ഇയ്യോവിന് ഡിസാസ്റ്റേഴ്സ്, അനർത്ഥങ്ങൾ വരുത്തിയത്.
ഇയ്യോബിനെ ഡിസീസസ്, രോഗം വരുത്തിയതും സാത്താനാണ്. പക്ഷേ അതെല്ലാം ദൈവം അത് എടുത്ത് മാറ്റി മറിച്ച് നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്താണ് നന്മ? പൂർണ്ണമായ രൂപാന്തരം. കനകം, സ്വർണം തീയിലിട്ട് ഉരുക്കുന്നത് പോലെ യോബിനിട്ട് ഉരുക്കി വലഞ്ഞു. യോബ് വശം കെട്ടുപോയി. കണ്ണീരിൽ കുതിർന്ന ജീവിതമായിരുന്നു, വലഞ്ഞുപോയ ജീവിതമായിരുന്നു. നമ്മിൽ പലരും അങ്ങനെയാണ്, വലഞ്ഞുപോയ ജീവിതം, താങ്ങും തള്ളുമില്ലാതെ അലഞ്ഞുപോയ ജീവിതം, പലരുടെയും ജീവിതം അനാഥമായ ജീവിതം, ഒന്ന് ഹൃദയം തുറക്കാനോ ഉള്ളു തുറന്ന് പറയാനോ ആരും ഇല്ലാത്ത ജീവിതം, ഒരു നല്ല വാക്ക് കേൾക്കാൻ പറ്റാത്തതായൊരു ജീവിതം. ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു സഹതാപം പറഞ്ഞിരുന്നെങ്കിൽ, ഇല്ല, ആരുമില്ല. അങ്ങനെ നമ്മുടെ ജീവിതം കയ്പിൻ്റെ കണ്ണീര് കുടിച്ചു പോയ ജീവിതമാണ്. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിലെ കണ്ണീര്, അതിൻ്റെ മധ്യത്തിൽ ദൈവം ഇയ്യോബിനെ ഒന്ന് ശാസിച്ചു, കർശനമായി ശാസിച്ചു. ദ ബിറ്റർനെസ് ഓഫ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അത് കയ്പായി ഇയ്യോബിന് അനുഭവപ്പെട്ടു. കയ്പ് കേൾക്കുമ്പോൾ കയ്പാണ്, ശാസന കേൾക്കുമ്പോൾ കയ്പാണ്, ശാസന കിട്ടുമ്പോൾ കയ്പാണ്. ആദ്യം ചിലപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ മറുതലിപ്പ് വരും, മത്സരം വരും. എന്നെ ഇങ്ങനെ ശാസിക്കുന്നതിനാണ്, എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നതിനാണ്, ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ദൈവാത്മാവ് എന്താണ് എന്നോട് ഇങ്ങനെ പറയുന്നത്, എന്നോട് അറിവില്ലാതെ സംസാരിക്കുന്നില്ല എന്നൊക്കെ തോന്നും. മനുഷ്യനല്ലേ, തോന്നാവുന്നതാണ്. എന്നാൽ അതിൻ്റെ ആത്യന്തികമായ ഫലം കണ്ടു കഴിയുമ്പോൾ ഓർക്കും, അയ്യോ എന്തൊരു ഭാഗ്യമായി പോയി, എനിക്ക് ഇത്രയേറെ ഈ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസീസസ് ആൻഡ് ലോൺലിനെസ് ആൻഡ് ഡിസ്പെയർ വന്നത് എത്ര നന്നായി, എൻ്റെ ജീവിതത്തിൽ ഈ ദുരിതങ്ങളൊക്കെ വന്നത് എത്ര നന്നായി. അത് പിന്നീട് മനസ്സിലാവുകയുള്ളൂ, എളുപ്പം മനസ്സിലാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ശാസന കെട്ടി വളരെ നല്ലതാണ്. മാതാപിതാക്കളുടെ ശാസനയിൽ വളരെ നല്ലതാണ്. മാതാപിതാക്കൾ മക്കളെ ശാസിക്കുന്നത് നല്ലതാണ്, ശാസിക്കണം. പക്ഷേ ആ ശാസനയുടെ പിന്നിൽ ദൈവിക സ്നേഹമായിരിക്കണം. നാം ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാം, പക്ഷേ അതിൻ്റെ പിന്നിൽ സ്നേഹമായിരിക്കണം. നാം ആരെ ശാസിക്കുന്നു, ആരെ ശിക്ഷിക്കുന്നു, അതിൻ്റെ പിന്നിൽ വ്യക്തിപരമായ ഇഷ്ടക്കേടുകളായിരിക്കരുത്, ഒരിക്കലും പാടില്ല. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ളതായ താതാത്മീയഭാവത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തോടുള്ളതായ ഐക്യത്തിൽ നിന്ന്, യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം കൊണ്ട് ശാസിക്കൂ, ഒരു കുഴപ്പമില്ല, നന്നായിരിക്കും. ശാസനകൾ ആവശ്യമാണ്. വളരണമെങ്കിൽ ശാസന വേണം, ആത്മാവിൽ വളരണമെങ്കിൽ ശാസന വേണം. കാരണം ഇയ്യോബിനോട് ദൈവം പറയുകയാണ്, നീ എന്തറിഞ്ഞിട്ടാണ് നീ പറയുന്നത്? ദൈവത്തിൻ്റെ ബിറ്റർ വേഡ്സ്, കൈപ്പേറിയ വാക്കുകൾ, നീ എന്തറിഞ്ഞു? നിനക്ക് ആകാശ നക്ഷത്രങ്ങളെക്കുറിച്ച് വല്ലതും അറിയാമോ? നിനക്ക് ഞാൻ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് എന്തറിയാം? സമുദ്രത്തിൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തറിയാം? സമുദ്രത്തിൻ്റെ ഗർഭോടെ സമുദ്രം ആർത്തിരമ്പി വരുമ്പോൾ അതിന് തടുത്തു നിർത്താൻ ഈ ഭൂമിയിൽ ഞാൻ സമുദ്രത്തിന് അതിർവെച്ചത് എന്തെന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? നിനക്ക് നക്ഷത്ര രാശിയെക്കുറിച്ച് എന്തറിയാം? കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചും മകയിര നക്ഷത്രത്തെക്കുറിച്ചും നിനക്ക് എന്തറിയാം? നീ മഹാനക്രത്തെ ചൂണ്ടിലിട്ട് പിടിക്കുമോ? മക്രം, വലിയ മുതല, വലിയ ചീങ്കണ്ണി, മഹാനക്രത്തെ ചൂണ്ടിലിട്ട് പിടിക്കുമോ? നദീഹയത്തിൻ്റെ നേരെ നിനക്ക് എതിർത്ത് ചെയ്യാൻ കഴിവുണ്ടോ? നദീഹയം വെള്ളത്തിലുള്ളതായ കുതിര, നീർക്കുതിര, നദീഹയത്തിന് നേരെ നിനക്ക് എതിർത്ത് ചെല്ലാൻ നിനക്ക് കഴിയുമോ? ദൈവം ഓരോന്നിങ്ങനെ കർക്കശമായി സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാലപ്പാട്ട് നാരായണമേനോൻ ആ കണ്ണുതീർത്തുള്ളിയിൽ പിന്നെയും പാടി, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കൽ എങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, മനുഷ്യൻ എന്താ കണ്ടു? ഒന്നും കണ്ടില്ല. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കൽ എങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു. മനുഷ്യൻ എന്ത് കണ്ടു? ഒന്നും കണ്ടില്ല. മനുഷ്യനൊന്നും അറിയാൻ പാടില്ല. പിന്നെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെ? ദൈവത്തെ തന്നെ. സൃഷ്ടാവിനെ സൃഷ്ടി ചോദ്യം ചെയ്യുന്നു. ഇയ്യോബിനെ പറ്റിയ അപകടം അതാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വിട്ടുപോകേണ്ടതായൊരു ഭാവം ഉണ്ടായിരുന്നു. എന്താണത്? ഇയ്യോബിൻ്റെ ഒരു സ്വയം, ഞാൻ നീതിമാനാണെന്നുള്ളതായൊരു ഭാവം, ഞാൻ ഭക്തനാണെന്നുള്ളതായ ഭാവം. ശരിയാണ്, അതൊക്കെ ശരിയാണ് തന്നെയായിരുന്നു, തെറ്റല്ല. ഞാൻ ഭക്തനാണ്, ഞാൻ ദൈവഭക്തനാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ ദോഷം വിട്ട് അകലുന്നതിനോട് ദോഷം വരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കണ്ണുമായി ഞാൻ നിയമം ചെയ്തു, പിന്നെ ഞാൻ കന്യകയെ നോക്കുന്നതെങ്ങനെ, നോട്ടത്തിൽ പോലും പാവം വന്നിട്ടില്ല. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു, പാവപ്പെട്ടവരെ ഞാൻ സഹായിച്ചിരുന്നു, എനിക്കെന്താ ഇങ്ങനെ വന്നത്? യോബ് ചോദ്യം ചെയ്യുകയാണ്. തന്നിൽ തന്നെ ഒരു അഭിമാനം യോബിനുണ്ടായിരുന്നു. ഒന്നിലും അഭിമാനിക്കാനില്ല. കർത്താവ് പഠിപ്പിച്ചു യോബിനെ, ഒന്നിലും അഭിമാനിക്കാൻ. ദൈവത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നീ എന്തറിഞ്ഞിട്ടാണ് ദൈവത്തിൽ വാദിക്കുന്നത്? സർവശക്തനോട് നീ വാദിക്കുമോ? അനേകം കൈപ്പേറിയ വാക്കുകൾ ദൈവത്തിൽ നിന്ന് അവന് കിട്ടി.
ആ വാക്കുകൾ കയ്പായിട്ട് കിട്ടിയെങ്കിലും പിന്നീടത് മധുരമായി അനുഭവിച്ചു. അതാണ് ദ ബിറ്റർനെസ് ഓഫ് സ്വീറ്റ്നെസ് അപ്പോൺ ബിറ്റർനെസ്, സ്വീറ്റ്നെസ് അപ്പോൺ ബിറ്റർനെസ്. ഈ മധുരത്തിൻ്റെ മീതെ കയ്പ്, കയ്പിൽ പൊതിഞ്ഞ മധുരം. അകത്ത് മധുരമാണ്, പക്ഷേ പുറമേ കയ്പിൽ പൊതിഞ്ഞിരിക്കുന്നു. ബിറ്റർനെസ് ഉണ്ട്, പക്ഷേ അത് പുറമേ ഉള്ളൂ, അകത്തേക്ക് ചെല്ലുമ്പോഴുണ്ട് അത് മധുരമാണ്. സ്വീറ്റ്നെസ് അപ്പോൺ ബിറ്റർനെസ്, സ്വീറ്റ്നെസ് അപ്പോൺ ബിറ്റർനെസ്. കയ്പിൻ്റെ മീതെ മധുരം, കയ്പ് കഴിഞ്ഞാൽ മധുരം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട, ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എൻ്റെ കഷ്ടപ്പാടുകൾ ആത്യന്തിക നന്മയ്ക്ക് തന്നെ. അത്രയും ഉറക്കാം. ഇന്നെൻ്റെ ഉള്ളുലയുന്ന യാതനകൾ എൻ്റെ ആത്മാവിൻ്റെ രൂപാന്തരത്തിന് തന്നെ. ഇന്ന് ഞാൻ വിഷമിക്കുന്നതായി പ്രശ്നങ്ങൾ, ഇന്ന് എന്നെ തുറച്ചു നോക്കുന്നതായ പ്രശ്നങ്ങൾ, ഇന്ന് ഞാൻ അഭിമുഖീകരിക്കാൻ വലഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ, അനേകം ജീവിത പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, ദുർഘടങ്ങൾ, ഇതെല്ലാം, ഇന്നത്തെ കഷ്ടങ്ങൾ, ഇന്നത്തെ നഷ്ടങ്ങൾ എല്ലാം ആത്യന്തികമായൊരു നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തരും. വിശ്വസിക്കുക. അതാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-28 വാക്യത്തിൽ പറയുന്നത്. റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. എന്തറിയുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അനുഭവപാഠമുണ്ട്, അനേകർക്ക് അനുഭവപാഠമുണ്ട്, നിങ്ങൾക്ക് പലർക്കും അനുഭവമുണ്ട്. പലതും തിന്മയ്ക്കായിട്ട് വന്നു, തിന്മയാണ് തോന്നി, പ്രയാസമായിരുന്നു, യാതനയായിരുന്നു. പക്ഷേ അതെല്ലാം കർത്താവ് നന്മയ്ക്കാക്കി മാറ്റിയെടുത്തു. പലപ്പോഴും തോൽവിയായിരുന്നു, പക്ഷേ ആത്യന്തികമായ വിജയത്തിലേക്ക് കർത്താവ് നടത്തി. പലപ്പോഴും നിരാശയായിരുന്നു, പക്ഷേ ആത്യന്തികമായ പ്രത്യാശയിലേക്ക് കർത്താവ് നടത്തി. അല്ലേ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ധാരാളം അനുഭവങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഒരു സമയത്ത് അയ്യോ ഇതെന്താണ് എനിക്ക് വന്നത് എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൻ നഷ്ടപ്പെട്ടു പോയവർ, അമ്മ നഷ്ടപ്പെട്ടു പോയവർ, ഭർത്താവ് നേരത്തെ അക്കരയ്ക്ക് പറന്നു പോയവർ, വേദനാകരമായ അനുഭവത്തിൽ കഴിയുന്നവർ, മക്കൾ ജനിക്കാത്തവർ, അത് നമുക്കുണ്ടായ മക്കൾ രോഗികളായി തീർന്നത്, പണത്തിൻ്റെ ഞെരുക്കം കൊണ്ട് കടം വന്ന് മൂടിയത്, ഇതെല്ലാം ആത്യന്തികമായി നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിർണയപ്രകാരം ദൈവം നിന്നെ വിളിച്ചതാണെങ്കിൽ ആത്യന്തികമായി നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തരും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എല്ലാം നന്മയ്ക്ക്. യോബ് ആ ശാസന കേട്ടു, ശ്രദ്ധയോടെ കേട്ടു. യോബ് അവിടെ പറയുന്നുണ്ട്, 38-ാം അധ്യായത്തിൽ യോബിനോട് യഹോവ ചുഴലിക്കാറ്റ് പറയുകയാണ്. പെട്ടെന്ന് ചുഴലിക്കാറ്റ് വീശി. ചുഴലിക്കാറ്റ് വീശിയപ്പോൾ യോബ് ഓർത്തു, അയ്യോ അന്ന് തീർന്നില്ലേ, ദുരിതം തീർന്നില്ലേ? അന്നൊരു ചുഴലിക്കാറ്റ് വീശിയാണ് എൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് ചത്തത്. അന്ന് ചുഴലിക്കാറ്റ് വീശിയാണ് എൻ്റെ മക്കൾ കൂടിയിരുന്ന ഭവനം ആകെ തകർന്ന് തരിപ്പണമായി വീണുപോയത്. ആ ഭവനത്തിൻ്റെ കീഴേ മക്കൾ എല്ലാവരും ഒരുമിച്ച് മരിച്ചു, 10 പേര് ഒരുമിച്ച് മരിച്ചു. ഇനി ഇതാണ്ട് വീണ്ടും ചുഴലിക്കാറ്റ് വരുന്നത്. എന്താണത്? തീർന്നില്ലേ? എൻ്റെ കഷ്ടപ്പാട് തീർന്നില്ലേ? യോവിനൽപ്പം അമർഷം വരുന്നത് പോലെ. അല്ല, ഈ യോവിന് പരിഹാസത്തിൻ്റെ ചിരി. അതെന്താ? അത് പരിഹാസം. ആരോടാ? ദൈവത്തോടല്ല, കാറ്റിനോട്. നീ അധികം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എനിക്ക് ഇനി പോകാൻ നഷ്ടപ്പെടാനൊന്നും എനിക്കില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ ആകെ ഉണ്ട് ഈ കയ്യിലൊരു ഈ ഓട്ടിൻ കഷ്ണമുണ്ട്, അതെടുത്ത് എൻ്റെ ശരീരത്തിലൂടെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന ഓട്ടിൻ കഷ്ണമുണ്ട്, അത് ഏതായാലും പറപ്പിച്ചുകൊണ്ട് ഞാൻ മുറുകെ പിടിക്കും. നീ എത്ര ഊതിയാലും ഞാൻ കളയില്ല, കാരണം അതെനിക്ക് അത്യാവശ്യമാണ്. ഇയ്യോബ് ആ സമയത്ത് ചിന്തിക്കുകയാണ്, ഭാവനയിൽ ചിന്തിക്കുകയാണ്. ഞാനും ഭാവനയിലാണ് പറയുന്നത്, അങ്ങനെ വേദവസത്തിലൊന്നും അല്ല കേട്ടോ. ഞാനും ഭാവന ചിന്തിക്കുകയാണ്. ഇയ്യോബ് കാറ്റിന് നേരെ പുഞ്ചിരിച്ചു. കൊള്ളാം, ഇനി നീ എന്ത് തീർക്കാനാണ് വരുന്നത്? മക്കളൊക്കെ നീ കൊന്നു കളഞ്ഞില്ലേ? വീട് പോയില്ലേ? എല്ലാം പോയില്ലേ? ഞാൻ രോഗിയല്ലേ? നീ ആകമാനം എൻ്റെ ആ വ്രണങ്ങളുടെ ഇടയ്ക്കൊന്ന് ചൊറിയാൻ, മാന്താൻ ഒരു ഓട്ടിൻ കഷ്ണം കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കളയില്ല, എന്തായാലും കളയില്ല. മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യാതനയുടെ സമയത്ത് വരുമ്പോഴാണ് നാം ഇതിൻ്റെ എല്ലാം മാറ്ററിയുന്നത്. ദുഃഖത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് നാം ഇതെല്ലാം മനസ്സിലാക്കുന്നത്.
ഇന്ന് ദുഃഖമോ അത്ര വരുത്ത് പ്രയാസമൊന്നും ഇല്ലാത്തവർക്ക് ഇന്ന് മനസ്സിലാവുകയില്ല. യാതനകളിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാകും. അപ്പനില്ലാത്തവർക്ക് മനസ്സിലാകും. ഭർത്താവ് മരിച്ചു പോയവർക്ക് മനസ്സിലാകും. ഭാര്യ മരിച്ചു പോയവർക്ക് മനസ്സിലാകും. പണത്തിന് ഞെരുങ്ങുന്നവർക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. അനാഥരായവർക്ക് മനസ്സിലാകും. അഗതികളായവർക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ രോഗിയാണോ? നിങ്ങൾ മനസ്സ് വിഷമിച്ച് കഴിയുന്നവരാണോ? ആകുലപ്പെട്ട് കഴിയുന്നവരാണോ? നിരാശയുടെ ആഴത്തിലേക്ക് താണു പോയിക്കൊണ്ടിരിക്കുകയാണോ? പിശാച് നിങ്ങളെ വലച്ചുകൊണ്ടിരിക്കുകയാണോ? ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ദൈവം ചുഴലിക്കാറ്റിൽ ഒന്ന് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം തരും. വചനം പിന്നാലെ വരും. ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനം പിന്നാലെ വരും. ദ ബിറ്റർനെസ് ഓഫ് ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്. ആ വചനം ഇങ്ങോട്ട് കിട്ടുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കയ്പ് കിട്ടുകയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വചനം എന്ത് മധുരമാണ് ഈ വചനം. പ്രിയപ്പെട്ടവരെ, എന്ത് മധുരമാണ്. ഞാൻ ഓർക്കുന്നു എൻ്റെ ആദ്യകാല ജീവിതത്തിൽ വചനം കിട്ടുമ്പോഴെനിക്ക് ആശ്വാസമുള്ളൂ. വല്ലാത്തപ്പോഴെല്ലാം നിരാശയാണ്, ദുഃഖമാണ്, എന്നും കണ്ണീരാണ്, എന്നും ദുഃഖം. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം ഉണരും. അപ്പോൾ എൻ്റെ ദുഃഖങ്ങൾ മറക്കും. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലെ ഭാരങ്ങൾ മാറും, ആകുലം മാറും. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ വന്ന് വചനം പറയുമ്പോൾ അതിൻ്റെ ആ ശബ്ദത്തിൽ കൂടി എൻ്റെ ഹൃദയത്തിലേക്ക് തേനൊഴുകി വരുന്നത് പോലത്തെ അനുഭവം എനിക്ക് കിട്ടി. വചനം മധുരമാണ്. നമുക്കൊന്ന് പാടി നോക്കാം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. പൊന്നതിനോട് തുല്യം തങ്കവും അതിനോടു സമമല്ല. മേൽത്തരമാം പൊന്നതിനോട് തുല്യം തങ്കവും അതിനോടു സമമല്ല. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. മധുരം മധുരം മനോഹരം തേനിലും മധുരം തിരുവചനം. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന് ഈ വചനം ലഭിച്ചു. എന്താണ് വചനം? 38 അധ്യായം ആദ്യ വാക്യം വായിക്കാം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനുടെ ഉത്തരമരളിച്ചത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവനാര്? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഇല്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവനാര്? നീ ആരാണ്? അറിവുകെട്ട വാക്കുകൾ പറയുന്നു, ഒരർത്ഥമില്ലാത്ത വാക്കുകൾ നീ പറയുന്നു. നീ ആരോട്? സർവശക്തനോട് നീ വാദിക്കുകയാണോ? ദൈവത്തോടും തർക്കിക്കുകയാണോ? എനിക്കെന്താ ദൈവം എന്നെ ഇങ്ങനെ വരുത്തിയെന്നാണോ നീ ചോദിച്ചത്? ഞാൻ നീതിമാനായിട്ട് എനിക്കെന്തെങ്ങനെ വന്നെന്നാണോ നീ ചോദിച്ചത്? നീ ദൈവത്തെ ചോദ്യം ചെയ്യാൻ നീ ആരാണ്? ദൈവത്തിന് സ്തോത്രം. നിനക്ക് എന്തറിയാം? ഈ ഭൂമിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ആകാശഗോളങ്ങളെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നിനക്ക് അന്തരീക്ഷത്തിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നക്ഷത്ര രാശിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നീ എന്തറിഞ്ഞിട്ടാണ് സർവ്വവല്ലഭനായ ദൈവത്തോട് നീ വാദിക്കുമോ? സർവശക്തനോട് നീ വാദിക്കുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകർ ജീവിതത്തിലെ ഭാരങ്ങൾ വരുമ്പോൾ ദൈവത്തെ പഴി പറയുന്നവരുണ്ട്. ജീവിതത്തിലെ പ്രാരബ്ധങ്ങളിലേറ്റ് വലയുമ്പോൾ ദൈവത്തെ പഴി പറയുന്നവരുണ്ട്. എങ്കിലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നവരുണ്ട്. ദൈവം എന്താണ് ഞാൻ ഈ കൂട്ടായ്മ വന്നിട്ട് എനിക്കെന്തെങ്ങനെ വന്നതെന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെല്ലാം നാം പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാം നന്മയ്ക്കാക്കി കർത്താവ് മാറ്റിത്തരും. എല്ലാം അതാണ് ഞാൻ ആത്യന്തികമായി നന്മയ്ക്കാക്കി മാറ്റിത്തരും. പരീക്ഷ തോൽക്കുന്നത്, ഔദ്യോഗിക ജീവിതത്തിൽ ഒരു കരയേറ്റം കിട്ടാതിരിക്കുന്നത്, നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ട് ജോലി കിട്ടാതിരിക്കുന്നത്, കിട്ടിയ ജോലി തട്ടിത്തെറിച്ച് പോകുന്നത് പോലെ പെട്ടെന്ന് വിട്ടുപോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനൊരു നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് വേദന തോന്നും, നിരാശ വരും. അങ്ങനെയാണ്, തൽക്കാലം വിഷമം വരും. പക്ഷേ സാരമില്ല. അവിടെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കുക. എല്ലാം എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ യേശു അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഈ ജീവിതം യേശു ഒരിക്കൽ കൊടുത്തതാണ്. ഈ ജീവിതം ഒരിക്കൽ യേശുവിന് കൈമാറിയതാണ്. ഈ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവ് അറിയും.
എൻ്റെ യേശു അറിയും, അവൻ എൻ്റെ ഉടമസ്ഥനാണ്. ഞാൻ ഏൽപ്പിച്ചത് ശൂന്യമായ കൈകളിലേക്കല്ല, ഞാൻ ഏൽപ്പിച്ചത്, എൻ്റെ ജീവിതം ഏൽപ്പിച്ചത് സർവശക്തൻ്റെ ബലമുള്ള ഭുജങ്ങളിലേക്കാണ്. എല്ലാം നിയമിച്ചവനുമെല്ലാം നിർമ്മിച്ചവനുമെല്ലാം നിയന്ത്രിക്കുന്നതുമായ നിത്യനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് ഞാൻ ജീവിതം ഏൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എന്നെ അന്ത്യം വരെയും നടത്താൻ നീ ശക്തൻ. നീ എന്നെ വിളിച്ചിറക്കി എന്നെ വഴിക്കിട്ടിട്ട് പോവുകയില്ല. എനിക്ക് നല്ല ഉറപ്പാണ് കർത്താവേ. നീയാണോ എന്നെ വിളിച്ചിറക്കിയത്? ഒരു സമയത്ത് ഒരു സമർപ്പണം പറയാൻ നീയാണോ എനിക്ക് പ്രേരണ തന്നത്? എങ്കിൽ നീ എന്നെ വഴിക്കിട്ടിട്ട് പോവുകയില്ല. നീ എന്നെയും ചുമന്നുകൊണ്ട് പോകും, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നീ എന്നെ ചുമക്കും, നരയ്ക്കുവോളം ചുമക്കും, വാർദ്ധക്യം വരെയും ചുമക്കും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം പറയും, നരയ്ക്കുവോളം ചുമക്കുമെന്ന്. നരയ്ക്കുവോളം. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളൂ, വിളിച്ചവൻ വിശ്വസ്തനാണ്, വഴിയിലിട്ടിട്ട് പോവുകയില്ല. വിളിച്ചിറക്കിയിട്ട് ഇനി എൻ്റെ കൂടെ പോരണ്ട എന്ന് പറയുകയില്ല. അവൻ നിന്നെ കരതലത്തിൽ വഹിക്കും. അവൻ്റെ ഭുജങ്ങളിൽ അവൻ നിന്നെ പേറും, നിന്നെ വഹിക്കും. അവൻ നിന്നെ വഹിച്ചു കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഭാരമേറിയ ചുമടുകളെല്ലാം അവൻ ഏറ്റെടുക്കും. മകനെ, നീ ഭയപ്പെടേണ്ട. നിൻ്റെ ചുമടുകൾ, നിൻ്റെ ആകുലങ്ങൾ, നിൻ്റെ ഭാരങ്ങൾ, നിൻ്റെ സങ്കടങ്ങൾ എല്ലാം അവൻ അറിയുന്നുണ്ട്, അവൻ കാണുന്നുണ്ട്. എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാണ്. വിശ്വസിക്കൂ, അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. അവനോട് നീ വീണ്ടും വാക്ക് പറയൂ, കർത്താവേ, ഇല്ല, എൻ്റെ ജീവിതത്തിൽ നിരാശയോട് ഞാൻ എന്നേക്കുമായി യാത്ര പറയുന്നു, എൻ്റെ ഭാരത്തോട് ഞാൻ യാത്ര പറയുന്നു, എൻ്റെ ആകുലങ്ങളോട് യാത്ര പറയുന്നു. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വകയായി മാത്രം ഞാൻ ജീവിക്കും. ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. കർത്താവേ, മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് പോവുകയില്ല. വന്ന പാപങ്ങളോ നിൻ്റെ തിരുരാവിൽ വഴിയ രക്തത്താൽ കഴിയത്തരണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം പ്രാപിക്കൂ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, അതിമനോഹരമായൊരു ദിവസം കൂടി ഞങ്ങൾക്ക് തന്നല്ലോ. നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം. ഈ മക്കളെല്ലാം കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽപ്പാൻ ഈ മക്കളെല്ലാവരും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഭവനമായി അനുഗ്രഹിക്കണമേ. ഭവനങ്ങളിലേക്ക് സ്വസ്ഥതയും ശാന്തിയും അയക്കണമേ. കുടുംബസമാധാനത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.